ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. ഈ സൺഡേ 7 മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്കൊരു 28 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും. എന്തായാലും ഈ ചാനൽ കണ്ടിട്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അല്ലാണ്ട് ചെയ്തവരാണ് 28 പേര്. ഞാൻ പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 200-210 പേര് എന്തോ സ്റ്റാറ്റസ് വ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരാരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതെനിക്കറിയാം. ചെയ്തിട്ടുണ്ടാവും. അതിലുള്ളവരാണോ 27 പേരെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു 27 പേര് സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ഞാനിതൊരു ടൈം പാസ് പോലെ ചെയ്യുന്നതാണ്. കാരണം ജോലിയുടെ ഇടയിൽ വൈകിട്ട് എല്ലാത്തിനും വർക്കൗട്ടിന്റെ ഇടയിൽ ടൈം കിട്ടുമ്പോൾ ചെയ്യണതാണ്. അപ്പൊ ഇതിന് വലിയ സമയം എടുക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മെയിനായിട്ട് കണ്ടന്റ് കിങ് ഒന്നും ഇല്ലല്ലോ. നമ്മള് ചെറുതായിട്ട് എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ഒന്നൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എൻ്റെ ഒക്കെ കാര്യങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ. അപ്പൊ ഒരു കമന്റ് അങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ ചെയ്യണതാണ്. നമ്മളിപ്പോ നമ്മുടെ ഹാപ്പിനെസ് മാത്രം നോക്കാൻ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ലോ. എനിക്കിത് കിട്ടുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വാട്സപ്പിൽ ഇപ്പൊ ഇതിട്ടിട്ടാണെങ്കിൽ കുറെ പേരൊക്കെ എനിക്ക് പേഴ്സണലി DM ചെയ്ത് പറയുന്നുണ്ട്, എന്ത് തേങ്ങ വീഡിയോ ഒക്കെയാണ് ചെയ്ത് വെക്കണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ്സ് ആണ് കൂടുതലായിട്ടും വീഡിയോസ് നിന്ന് കിട്ടണത്. അപ്പൊ ഞാനതിനെ എൻജോയ് ചെയ്ത് കാണുന്ന കാരണം പ്രത്യേകിച്ച് എനിക്ക് സംസാരിക്കണം തോന്നി. എനിക്കിപ്പോ ഇത് ത്രൂ എന്റെ സെയിം വൈബുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നലുണ്ട്. അറിയില്ല എത്രത്തോളം ഉണ്ടെന്ന്. എന്തായാലും ഞാനൊരു സംഭവം ഇങ്ങനെ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡ്രോപ്പ് ചെയ്യാറില്ല, ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കിപ്പോ 10 പേരാണെങ്കിൽ 10 പേരെന്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ എന്റെ ആ ഒരു രീതി ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ 10, 20, 50 പേര് മതി എനിക്ക്. അപ്പൊ ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോ എന്റെ സെയിം വൈബുള്ള കുറച്ച് ആൾക്കാരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നെഗറ്റീവ്സിനെ കുറിച്ചാണ്. നമ്മുടെ ചുറ്റും എപ്പോഴും എന്താ പറയുക, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അതിൽ നെഗറ്റീവ്സ് ആയിരിക്കും പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്തിട്ട് കിടന്ന് കറങ്ങണം, മൈൻഡിൽ കിടന്ന് കറങ്ങണം. പോസിറ്റീവ്സ് വന്നാൽ തന്നെ അത് ഒരു 10 പോസിറ്റീവ് വന്നിട്ട് ഒരു നെഗറ്റീവ് അത് കയറുക. ഞാൻ ഒരു നെഗറ്റീവ് ആയിരിക്കും ഫുള്ളായിട്ട് നമ്മുടെ ആ ഡേയിനെ തന്നെ കിടന്ന് കവർ ചെയ്യാൻ പോണത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഈ വീഡിയോയിൽ 3 വീഡിയോ ഇട്ടു. 3 വീഡിയോയിൽ വാട്സപ്പിൽ കുറച്ച് കമന്റ്സ് വന്നു. അതിൽ കമന്റ്സിൽ 99% വാട്സപ്പിൽ വന്ന റിപ്ലൈയിലും ഇൻസ്റ്റയിൽ വന്ന റിപ്ലൈയിലും ഒക്കെ നെഗറ്റീവ്സ് ആണ്. എന്ത് തേങ്ങയാണ് വീഡിയോ ചെയ്ത് വെച്ചേക്കണത്, അതുപോലെ തന്നെ നിനക്കൊന്നും വേറെ പണിയില്ല ഈ പ്രായത്തില്, എനിക്ക് 29 വയസ്സായി, നിനക്കൊന്നും വേറെ പണിയില്ല, പിള്ളേരുടെ പണിയെടുത്ത് നടക്കുവാണ്. അപ്പോൾ ഞാൻ അതിനും റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ സ്മൈലിയൊക്കെ അയച്ചു കൊടുത്തത്. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അവര് പറയാനുള്ള പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള സംഭവത്തെയാണ്. നല്ല ഫീഡ്ബാക്ക് ചെയ്യാൻ നല്ല എടുക്കും. ഈ അവര് നിർത്തിപ്പോകാനൊക്കെ പറയുമ്പോൾ നിർത്തിപ്പോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് ഇതിനൊരു പ്ലഷർ കിട്ടണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ, അതിന്റെ ഭാഗമായിട്ട് ചെയ്യണതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളതിനെ മൈൻഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തങ്ങ് പോവാന്നുള്ള ഒരു സംഭവമുള്ളൂ. അപ്പൊ ഞാനിപ്പോ എൻ്റെ ഈ ഡേ ലൈഫിൽ ഈ ഒരു സംഭവം കൂടെ ഇതിന് ടൈം കണ്ടെത്തിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ടൈം എടുക്കില്ല, 10-20 മിനിറ്റ് ആണ്. കൂടുതൽ 10 മിനിറ്റ് ഒരു വീഡിയോ എടുത്ത് തീർന്നിട്ട് എഡിറ്റ് ചെയ്യാൻ വലിയ എഡിറ്റിംഗൊന്നും ഇല്ല. എനിക്ക് വലിയ എഡിറ്റിംഗൊന്നും അറിയില്ല. 5 മിനിറ്റ് എഡിറ്റിംഗ് ചെയ്യും, മനുഷ്യൻ ഇടും. അപ്പൊ എന്റെ സെയിം വൈബുള്ള ആൾക്കാർക്ക് അത് അങ്ങനെ കുറച്ച് എനിക്കൊരു വർഷം കൊണ്ട് എന്റെ മൈൻഡ് അല്ല എന്റെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെ എനിക്ക് കിട്ടുവാണെങ്കിൽ അതിന് നല്ല കാര്യമല്ലേ. ഇപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ കുറെ പേരെ പരിചയപ്പെടുന്നുണ്ട്. ഞാൻ ഡെയിലി ഒരാളെങ്കിലും പരിചയപ്പെടാറുണ്ട്, മനസ്സിലായി. അപ്പൊ അങ്ങനെ പരിചയപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഒരു മീഡിയത്തിലൂടെ ആകുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു ചിന്ത ഉണ്ട് എനിക്ക്. അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ ഈ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് 10 വ്യൂ ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ എനിക്കതൊക്കെ മതി. അപ്പൊ ആൾക്കാരുടെ കളിയാകും നിന്റെ വീഡിയോയ്ക്ക് ഒരു വ്യൂ പോലും ഇല്ല എന്നൊക്കെ പറയുക. എനിക്കിപ്പോ ഒരാൾ കണ്ട് രണ്ടാൾ എന്റെ വീഡിയോ എനിക്ക് 2 വീഡിയോ സംസാരിക്കാൻ പറ്റണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെയാണ് കാണുന്നത്, അങ്ങനെ കാണുന്നത്. അപ്പൊ ഇതാ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറയുവാണ്, ഇപ്പം നമുക്ക് നമ്മുടെ ലോകത്ത് പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പൊ പലർക്കും പല തരം കഴിവുകളായിരിക്കും. അപ്പൊ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് കഴിവുണ്ടെന്ന് എന്റെ കഴിവ് ഇതാ അങ്ങനെ ഞാൻ പറയാനുള്ള. എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ചെയ്യുന്നു. ഇനിയിപ്പോ ആരോടും 10 പേരുടെ അഭിപ്രായം ഞാൻ വീഡിയോ ഇട്ട് കൊള്ളാമെന്ന് 10 പേരോട് ചോദിച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ ചെയ്യുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും, അല്ലാത്തവർ ചിലപ്പോൾ ഒന്നും ചെയ്യില്ലായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ ഒരു മെയിൻ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെയിം വൈബുള്ള ആൾക്കാരെ എനിക്ക് കിട്ടാന്നുള്ളൂ. അപ്പൊ അവരോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സന്തോഷം. അപ്പൊ നമുക്ക്
വേറെ എനിക്ക് വേറെ ദുശീലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വർക്കൗട്ട് ചെയ്യും ഡെയിലി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇപ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ വന്നേക്കാൻ ചായ കുടിക്കും. ഞാൻ ഒരു ദിവസം ഒരു 3-4 ചായ കുടിക്കുന്നു. അപ്പൊ അതെന്റെ ഒരു പ്ലഷർ കിട്ടുന്ന കാര്യമാണ്. വേറെ മദ്യപാനം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നത് ഇപ്പൊ ഈ കുറെ നാളുടെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആക്റ്റീവ് ആവും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും എന്റെ ഇൻസ്റ്റയിൽ അരുൺകുമാർ SFC എന്നാണ് കിടക്കുന്നത്. അപ്പൊ അത് കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ സംസാരിക്കുന്ന വീഡിയോസ് കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ടിന്റെ ആണെങ്കിലും ചെറിയൊരു എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇടുമ്പോൾ എനിക്ക് സന്തോഷം പ്രഷർ കിട്ടാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഞാനിപ്പോ യൂട്യൂബിൽ ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങി. എന്റെ കുറച്ചുകൂടെ വിസിബിലിറ്റി ഉള്ള ഒരു മീഡിയ നോക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിൽ തുടങ്ങി കാര്യങ്ങൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ലൈഫിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരേപോലെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണ്ടേ. അപ്പൊ അതിൻ്റെതായിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി വന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറത്തോട്ടുണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോവുക, ഡ്രോപ്പ് ചെയ്ത്. ഇത് പറയുമ്പോൾ പോലും എന്റെ ഈ വീഡിയോയ്ക്ക് 3 പേരായിരിക്കും കാണുന്നത്. ആ 3 പേരോട് എനിക്ക് ആ 3 പേരോട് പറയാനുള്ളത്, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമാക്കുക. അതല്ലാണ്ട് മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞ് നമ്മളപ്പോൾ അത് ആ 3 പേര് അല്ലെങ്കിൽ ആ ഒരാളോ അല്ലെങ്കിൽ 10 പേരിലാണോ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ മൈൻഡിന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. നമ്മൾ നമ്മുടെ മൈൻഡിനെ റെസ്പെക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണ ആ ഒരു പ്രവൃത്തിനെ റെസ്പെക്ട് ചെയ്യണതിന്റെ ഒരു സിഗ്നലാണ് നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും 2 നെഗറ്റീവ് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്താൽ നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ബാധിച്ചു. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നത് തന്നെ നമ്മുടെ ചിന്തകൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലാണ്. അത് മനസ്സിലുണ്ടോ? നമുക്ക് തന്നെ സ്വയം തോന്നി നിർത്തുവാണെങ്കിൽ ഓക്കെ. അതല്ലാണ്ട് മറ്റൊരാൾ പറഞ്ഞിട്ട് എന്നെ നടത്താനൊന്നും ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങളുമായിരിക്കണം. എന്നെ കാണുന്ന അവരോട് പറഞ്ഞ 2-3 പേരെ കാണണം, ആ 3 പേരോട് പറഞ്ഞേ അങ്ങനെ കുതിക്കും. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിപ്പോ ജോലിയുടെ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഞാനിത് ചെയ്യണ കാര്യമാണ്. രാവിലെ വൈകിട്ടൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യും. അപ്പൊ എനിക്ക് ഡെയിലി ഒരു വീഡിയോ ചെയ്യണമെന്നായതുകൊണ്ട് അപ്പൊ ഞാൻ ചെയ്യുവാണ്. അപ്പൊ എനിക്ക് എന്റെ ഡെയിലി ലൈഫ് നടക്കുന്ന ഡെയിലി ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലായിരിക്കും. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് തോന്നുന്ന കാര്യങ്ങൾ ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്ത് നിങ്ങളോട് പറയാം. ഡെയിലി നമ്മുടെ ലൈഫിൽ കുറെ ഇൻസിഡന്റ് പുറത്തിറങ്ങുന്നില്ല. ഡെയിലി നമുക്ക് കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന മെസ്സേജസ് തരിക. അതൊക്കെയാണ് ഞാൻ ഒരു ഉദ്ദേശിക്കണം. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഹാപ്പി ബൈ.